ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്നാണ്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് വോട്ടെടുപ്പ്. 6 മണിക്ക് ശേഷമാകും ഫലപ്രഖ്യാപനം. അംഗബലം അനുകൂലമായതിനാൽ ജയം ഉറപ്പിക്കുകയാണ് NDA. എന്നാൽ സഖ്യശക്തി കാണിക്കണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം. വോട്ട് ഭിന്നിക്കുമോ എന്നാണ് ആകാംക്ഷ. BJD, BRS, ശിരോമണി അകാലിദൾ കക്ഷികൾ വിട്ടുനിൽക്കുന്നതിനാൽ NDA വോട്ട് 781 നിന്നും 769 ആകും. ആദിൽ പാലോട് ചേരുന്നു വിവരങ്ങളുമായി. അതിൽ പാലോട്, ഇന്നിപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനിൽ നടക്കുമ്പോൾ ഒരു ബലാബലത്തിന് തന്നെയാണ് ഭരണ പ്രതിപക്ഷത്തിന്റെ നീക്കം. ഒപ്പം ഒരു രാഷ്ട്രീയ കൗതുകങ്ങളും ഏറെയുണ്ടല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. കാരണം മത്സരത്തിൽ വിജയം ഏതാണ്ട് NDA ഉറപ്പിക്കുമ്പോഴും പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ വിള്ളലുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. പല തർക്കങ്ങളും ഇന്ത്യ സഖ്യത്തിലും NDAയിലുമൊക്കെ പല രൂപത്തിലുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും രൂപത്തിൽ വോട്ടെടുപ്പിൽ ഫലിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ശ്രമങ്ങളാണ് രണ്ട് സഖ്യങ്ങളും നടത്തുന്നത്, NDAയും ഇന്ത്യ സഖ്യവും നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ രണ്ട് സഖ്യങ്ങളും ചേർന്നിരുന്നു, ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നിരുന്നു. പ്രത്യേകിച്ച് ഒരു വോട്ട് പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമമാണ് NDAയുടെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ വലിയ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും തിരിച്ചടിക്കുമൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും വിലയിരുത്തുകയും ചെയ്യുന്നത്. ആകെ 781 വോട്ടുകളാണ്. മറ്റ് ഒഴിവുകളൊക്കെ മാറ്റി നിർത്തിയാൽ രാജ്യസഭയിലും ലോക്സഭയിലുമായി വോട്ടുകൾ ഉപരാഷ്ട്രപതിക്ക് ചെയ്യാനായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലുള്ളത്. ഇതിൽ 3 പാർട്ടികൾ വിട്ടുനിൽക്കാനുള്ള തീരുമാനം അറിയിച്ചു കഴിഞ്ഞു. BJD 7 സീറ്റുകൾ ഉള്ളതാണ്. 7 രാജ്യസഭാ സീറ്റുകളുള്ള പാർട്ടിയാണ് BJD. BRSന് 4 സീറ്റുകളുണ്ട്. അങ്ങനെ 2 പാർട്ടികളൊപ്പം പഞ്ചാബിൽ നിന്നുള്ള ശിരോമണി അകാലിദൾ, ഒരു പാർലമെന്റ് അംഗമാണ് ശിരോമണി അകാലിദളിനുള്ളത്. അങ്ങനെ 12 അംഗങ്ങൾ വിട്ടുനിൽക്കാനുള്ള തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 769 വോട്ടുകളാകും ഇന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി രേഖപ്പെടുത്തുക. 385 എന്ന മാന്ത്രിക സംഖ്യ ഭൂരിപക്ഷം ആര് നേടുമെന്നുള്ളതാണ്. പ്രധാനമന്ത്രി ആദ്യം തന്നെ വോട്ട് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പോളിംഗ് ഏജന്റുമാരെ 2 കക്ഷികളും നിശ്ചയിച്ചിട്ടുമുണ്ട്, 2 സഖ്യങ്ങളും നിശ്ചയിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇന്നത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദേശീയ രാഷ്ട്രീയത്തെ ഏതെങ്കിലും രൂപത്തിൽ ചർച്ചകളിലേക്ക് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് പ്രധാനം. ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാകും ഇപ്പോഴുള്ള കണക്കുകൾ വെച്ച് തന്നെ NDAക്ക് ലഭിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കൂടുതൽ പേർ ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തുമോ, ഏതെങ്കിലും രൂപത്തിൽ ഇന്ത്യ സഖ്യത്തിലെ വോട്ടുകൾ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് NDAയിലേക്ക് പോകുമോ എന്നുള്ളതാണ്. ഈ വിട്ടുനിൽക്കുന്ന 3 കക്ഷികളുടെയും ആനുകൂല്യം, വിട്ടുനിൽക്കുന്നതിൻ്റെ ആനുകൂല്യം BJPക്കാണ്. BJPക്ക് എതിരായ വോട്ടുകൾ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ള ആനുകൂല്യമുണ്ട്. ഏതായാലും ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയെ വൈകുന്നേരം 6 മണിയോടെ, 6 മണി കഴിയുമ്പോഴാണ് വോട്ടെണ്ണൽ തുടങ്ങുക. 5 മണിവരെ വോട്ടെടുപ്പ് നടക്കും. 6 മണിക്ക് ശേഷം അറിയാൻ കഴിയും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എന്തായാലും നിർണായകമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.